രാജ്യത്തിന്റെ സാമ്പത്തിക കുതിപ്പിന് തടയിടാനും തലസ്ഥാന നഗരിയിൽ വീണ്ടും അരാജകത്വം സൃഷ്ടിക്കാനും ലക്ഷ്യമിട്ട് ചില കർഷക സംഘടനകൾ വീണ്ടും ഡൽഹിയിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ ഇത്തവണ സമരക്കാരെ കാത്തിരിക്കുന്നത് സർക്കാരിന്റെ ഉരുക്കുമുഷ്ടി തന്നെയാണ്. ഡൽഹി അതിർത്തികൾ പൂർണ്ണമായും അടച്ചുപൂട്ടി കോൺക്രീറ്റ് ബാരിക്കേഡുകളും ജലപീരങ്കികളും വജ്രവാഹനങ്ങളും അണിനിരത്തി അതിശക്തമായ ഒരു സുരക്ഷാ കോട്ടയാണ് പോലീസ് ഇപ്പോൾ തീർത്തിരിക്കുന്നത്. നിയമവാഴ്ചയെ വെല്ലുവിളിച്ചുകൊണ്ട് ഡൽഹിയിലേക്ക് കടക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന കർശന സന്ദേശമാണ് ഭരണകൂടം ഇതിലൂടെ നൽകുന്നത്. നോൺ SKM കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് 29-ന് ഡൽഹിയിലെ ജന്തർ മന്ദറിലേക്ക് കടക്കാനാണ് ഇവരുടെ നീക്കം. എന്നാൽ ഇതിലെ ഏറ്റവും വലിയ കോമഡി ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ തന്നെയാണ്. മുൻപത്തെ സമരത്തിൽ കൊല്ലപ്പെട്ട കർഷകന്റെ ഓർമ്മ പുതുക്കുന്നതിനൊപ്പം ഇന്ത്യ-US വ്യാപാര കരാർ റദ്ദാക്കണം എന്നൊരു വിചിത്രമായ ആവശ്യവും ഇവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യ ഇതുവരെ ഒപ്പുവയ്ക്കാത്ത ഒരു കരാർ എങ്ങനെ റദ്ദാക്കാനാണ് എന്ന് ചോദിച്ചാൽ ഇവർക്ക് യാതൊരു ഉത്തരവും ഉണ്ടാകില്ല. ഏതൊക്കെയോ വാട്സപ്പ് ഫോർവേഡുകളും കണ്ട് മോദി സർക്കാർ നാട്ടിലെ ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണെന്ന് വരുത്തീർക്കാൻ ചിലർ ഇറക്കുന്ന വെറും ഉടായ്പ മാത്രമാണ് ഇത് എന്നുള്ള കാര്യം ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പഞ്ചാബിൽ നിന്നാണ് ഈ സമരക്കാർ വരുന്നത് എന്നതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് അവിടെ ഭരിക്കുന്ന ആം ആദ്മി സർക്കാർ ആണെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കുകയും ചെയ്യും. എന്തായാലും ഖനൌരി അതിർത്തി ഇപ്പോൾ ഒരു സമ്പൂർണ്ണ പോലീസ് ക്യാമ്പായി മാറിയിരിക്കുകയാണ്. തങ്ങളുടെ മാർച്ച് തടഞ്ഞാൽ അവിടെ തന്നെ കുത്തിയിരിപ്പ് സമരം തുടങ്ങുമെന്നാണ് സമരക്കാരുടെ ഭീഷണി. എന്നാൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ഡൽഹിയെ സ്തംഭിപ്പിക്കാമെന്നത് വെറുമൊരു വ്യാമോഹം മാത്രമാണെന്ന് അതിർത്തിയിലെ ഈ വൻ സുരക്ഷാ സന്നാഹങ്ങൾ തെളിയിക്കുന്നു. ന്യൂസ് ഡെസ്ക്.